തമിഴ്നാട്ടിലെ നാമക്കലിൽ നടൻ വിജയ് നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 29 മരണം എന്നുള്ള അതിദാരുണമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. 50-ലധികം പേരാണ് കുഴഞ്ഞു വീണത്. സ്ഥിതി വലിയ തരത്തിൽ ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുകയും ചെയ്തു. ഗർഭിണികളും കുട്ടികളും അടങ്ങുന്ന ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. റാലിക്ക് അനുമതി ഉണ്ടായിരുന്നു, എന്നാൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ചട്ടങ്ങൾ പാലിച്ചല്ല റാലി നടത്തിയത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രസംഗം നിർത്തി വിജയ് മടങ്ങുകയും ചെയ്തു. വലിയ ദുരന്തത്തിലേക്ക്, അതിദാരുണമായിട്ടുള്ള സംഭവത്തിലേക്കാണ് ഇത് നീങ്ങുന്നത് എന്നുള്ളതാണ്. ഇന്ന് തമിഴ്നാട് നാമക്കലിലാണ് നടൻ വിജയ് റാലി നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. അതിദാരുണമായിട്ടുള്ള വിവരം, വാർത്ത ഞെട്ടിക്കുന്ന വിവരമാണ് വരുന്നത്. 29 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ഉൾപ്പെടെ, ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ അപകടത്തിൽ പെട്ടത്. നിരവധി പേർ കുഴഞ്ഞു വീണു ഇരിക്കുന്നതുമാണ്. സ്ഥിതി ഏറെ ആശങ്കാജനകമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുന്നത് സ്ഥിതി ഏറെ ആശങ്കാജനകമാണ്. വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചല്ല ഈ ഒരു റാലി നടത്തിയത് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഈ ഒരു സമയത്ത് ഉയരുന്നുണ്ട്. നിലവിൽ ഈ പരിക്കേറ്റ ആളുകളെ എല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് തമിഴിൻ്റെ റിപ്പോർട്ടർമാരും ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അവിടെ നിന്നുമുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുവാനായി നമുക്കൊപ്പമുണ്ട്. ഗൗതം ആമ്രകുജം നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഗൗതം, എന്തായാലും ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. നമ്പർ കൂടുന്നു എന്നുള്ളതാണ്. 29 ആളുകളുടെ മരണം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും പറയുന്നു. നിലവിലെ സ്ഥിതി എന്താണ്? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. സ്വാതി, അതായത് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം 30-ലേറെ പേർ മരിച്ചിട്ടുള്ളതായിട്ടുള്ള വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് കാരൂരിൽ നിന്നുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ നൽകിയിരിക്കുന്നത്. അതേസമയം 29 പേരുടേതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോൾ ഇവരെല്ലാം ചികിത്സയിൽ തുടരുന്നത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇതിനകത്ത് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായിട്ടുള്ള, അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാവരും ആ സ്ഥലത്തേക്ക് എത്തണം. ജനങ്ങൾ പോലീസിനും ആരോഗ്യ പ്രവർത്തകർക്കും ആവശ്യമായ പിന്തുണ നൽകണം. യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കണം. എത്രയും പെട്ടെന്ന് ഇവരെ രക്ഷപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം തീവ്രമായി തന്നെ പുരോഗമിക്കാനും അത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും ഇടപെടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി അൻബിൽ മഹേഷിനോടും സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാമക്കലിൽ നമുക്കറിയാം അൻബിൽ മഹേഷാണ് അവിടെ മന്ത്രിയായിട്ടുള്ളത്. മന്ത്രിയോട് അവിടേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കളക്ടറോട് അവിടെ എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് സ്ഥിതിഗതികൾ വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി തന്നെ വിലയിരുത്താൻ കഴിയാത്ത തരത്തിലേക്ക് വലിയ ദുരന്തമായത് മാറിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. മരണസംഖ്യ ഉയർന്നത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. നിലവിൽ നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് 29 പേർ മരണത്തിന് കീഴടങ്ങിയുള്ള റിപ്പോർട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ഏറെ സങ്കടകരമാണ് അതിൽ തിരുത്തു വരുത്തുന്നുണ്ട് എന്ന് പറയുന്നത്. തിരുത്തുണ്ട് എന്നുള്ളത് 31 പേരുടെ മരണം എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളതാണ്. മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, നിരവധി ആളുകൾ, 50-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആളുകൾ ആശുപത്രിയിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിലാണിപ്പോൾ മരണസംഖ്യ 31 എന്നുള്ള ഏറ്റവും ഒടുവിലുള്ള വിവരം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട് നാമക്കലിലാണ് വിജയ് നയിച്ച തമിഴക വെട്രി കഴകത്തിൻ്റെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 31 പേർ മരിച്ചു. മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്.